മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ അപ്ലോഡ് ചെയ്ത എൻ്റെ പവർ പോയിന്റ് ബേസിക്സ് എന്ന് പറയുന്ന വീഡിയോയിൽ പവർ പോയിന്റിന്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കിയുണ്ടായി. ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചും ക്ലോസ് ചെയ്യുന്നതിനെ കുറിച്ചും സേവ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ പടിയൊന്നോണം പവർ പോയിന്റ് ബേസിക്സിലെ ടാബ്സ് ആൻഡ് റിബൺസിൽ പാർട്ട് 1, അതായത് അതിന്റെ ഹോം ടാബും റിബണിനെ കുറിച്ച് പഠിക്കാനാണ് വിചാരിക്കുന്നത്. ഹോം ടാബിനെ കുറിച്ചും റിബണിനെ കുറിച്ചും. സോ ഏതൊരു ആപ്ലിക്കേഷന്റെയും ഹോം ടാബ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിന്റെ സെൻട്രൽ പാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പ്രസന്റേഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഹോം ടാബിലുള്ളത്. ഇത് നിങ്ങൾ ഒരു മിനിറ്റ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ക്ലിയർ ആയിട്ട് കണ്ടെങ്കിൽ മാത്രമേ വരുന്ന സമയത്ത് വരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുകയുള്ളൂ. സോ നമുക്ക് എല്ലാവർക്കും ആ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. യെസ് യു ക്യാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക്, ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. താങ്ക് യു. സോ വെൽക്കം ടു യെസ് യു ക്യാൻ. യെസ് യു ക്യാൻ ഡു പവർ പോയിന്റ് പ്രസന്റേഷൻ ഈസിലി. ഈ വീഡിയോയിൽ പവർ പോയിന്റിന്റെ ഹോം ടാബിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അത് ശ്രദ്ധിച്ചിരിക്കുക. ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ നിസ്സാരമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നിയേക്കാവുന്ന കാര്യങ്ങൾ പോലും പിന്നീട് നമ്മൾ വർക്ക് ഡെവലപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പവർ പോയിന്റ് പ്രസന്റേഷൻ വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ വളരെ പ്രാധാന്യമുള്ളതായിട്ട് തോന്നും. സോ വളരെ ഓരോ കാര്യങ്ങളും ഓരോ സെക്കൻഡ്സും വളരെ ക്ലിയർ ആയിട്ട് കീനായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു ആസ്ക്. കമന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇതാണ് ഹോം സ്ക്രീൻ, പവർ പോയിന്റ് ഹോം സ്ക്രീൻ എല്ലാവർക്കും അറിയാം. ഞാനത് ഓൾറെഡി ഒരു സ്ലൈഡ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പവർ പോയിന്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതേസമയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ആപ്ലിക്കേഷനുകളെ കുറിച്ചും ഫീച്ചേഴ്സിനുമാണ് പ്രധാനമായിട്ടും ഹോം ടാബിൽ കാണുന്നത്. ഹോം ടാബിന്റെ റിബൺ ആണ് ഈ കാണുന്ന ഭാഗം. ഈ റിബണിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നാണ്, അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് മാത്രം നമുക്ക് നോക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത്, നമുക്ക് കാണുമ്പോൾ പേസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് കോപ്പി പഠിച്ചാലേ പേസ്റ്റിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ആ വേർഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതും നമുക്ക് ആ പർട്ടിക്കുലർ വേർഡ് സെലക്ട് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ കോപ്പി കൊടുക്കുക. കോപ്പി കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു ക്ലിക്ക്, വേറൊരു സൈഡ് കൊടുത്തതിന് വേറൊരു ഭാഗത്ത് വെച്ച് കൾസർ അമർത്തിയതിന് ശേഷം പേസ്റ്റ് കൊടുക്കുക. ഓക്കെ, വീണ്ടും അത് കോപ്പി പേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ അത് അൺഡു ചെയ്യാണ്. അൺഡു ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് ഇത് ചെയ്താൽ മതി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, അൺഡു ചെയ്തു. അതുപോലെ തന്നെയാണ് കോപ്പി, കട്ട്, പേസ്റ്റ്. അതുപോലെ നമുക്ക് കട്ട് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളിത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ സിസേഴ്സിന്റെ സിമ്പിൾ കണ്ടില്ലേ, കട്ട് CUT എന്ന് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് കട്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അത് ഞാൻ അൺഡു ചെയ്യുകയാണ്. അപ്പോൾ കട്ട്, കോപ്പി, പേസ്റ്റ് നമ്മൾ മൂന്നും മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇതിന്റെ തൊട്ട് താഴെയുള്ള ഒരു കാര്യമാണ് ഫോർമാറ്റ് പെയിന്റർ. ഫോർമാറ്റ് പെയിന്റർ ഏറ്റവും ടൈം സേവിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫീച്ചറാണ് ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഈ പർട്ടിക്കുലർ സെന്റൻസ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ, ദ വേർഡ് ഇറ്റ് സെൽഫ് സേസ് ഐ ആം പോസിബിൾ. ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പർട്ടിക്കുലർ ഒരു ഫോണ്ടാണ്, അനി ഫോണ്ട് എന്നൊരു ഫോണ്ടും. 28 ആണ് അതിൻ്റെ ഫോണ്ട് സൈസ്. റെഡ് ആണ് അതിൻ്റെ കളർ. ഞാൻ ഇതേ സെയിം ഫോണ്ട് സൈസും സെയിം കളറും സെയിം ഫോണ്ടും ഈ താഴെ ഇരിക്കുന്ന ചേഞ്ച് ദ വേൾഡ് ബൈ ബീയിങ് യുവർ സെൽഫ്, ഇതിൽ ഈ സെന്റൻസിലേക്ക് ഈ സെയിം ഫോണ്ടും സെയിം കളറും സെയിം ഫോണ്ട് സൈസും കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ കൊടുത്ത് എങ്ങനെ കൊടുക്കുക, നമ്മൾ 3 സ്റ്റെപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് മൊത്തം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് ഇവിടെ പോയി ഫോണ്ട് മാറ്റണം, അതിനുശേഷം നമ്മൾ കളർ മാറ്റണം, അതിനുശേഷം നമുക്ക് അതിൻ്റെ സൈസ് മാറ്റണം. പക്ഷേ ഇതെല്ലാം ഒറ്റ ക്ലിക്കിൽ നമുക്ക് നടക്കും. ഇങ്ങനെ സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഫോർമാറ്റ് പെയിന്റർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കൾസർ പ്രകാരം ഒരു ബ്രഷിന്റെ സിമ്പിൾ ആയിട്ട് കൾസർ മാറാൻ കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ വെച്ച് നമ്മുടെ വെച്ച് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സെയിം കളർ, സെയിം ഫോണ്ട് സൈസ്, സെയിം ഫോണ്ട്. സോ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഞാൻ അത് വീണ്ടും അൺഡു ചെയ്യുകയാണ്. ഇനി അതിന് പുറമെ ഫോർമാറ്റ് പെയിന്റർ നമ്മളുടെ പർട്ടിക്കുലർ സെന്റൻസോ പർട്ടിക്കുലർ വേർഡിന്റെ ഫോർമാറ്റ് മാറ്റുന്നതിനായിട്ട് മാത്രമല്ല, നമ്മുടെ സ്ലൈഡിന്റെ ഫോർമാറ്റ് പോലും മാറ്റുന്നതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ സ്ലൈഡ് ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ സ്ലൈഡിന്റെ ഫോർമാറ്റ് ഞാൻ ഈ സ്ലൈഡിൽ വെച്ചിട്ട് ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വേറൊരു സ്ലൈഡിന്റെ പർട്ടിക്കുലർ റിബൺ ഭാഗത്ത് വന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ലൈഡിന്റെ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ താഴത്തെ സ്ലൈഡിന്റെ ബാക്ക്ഗ്രൗണ്ട് പോലെ സെയിം ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ നമുക്ക് നമ്മളുടെ ലെറ്റേഴ്സിന്റെ ഫോർമാറ്റ് മാത്രമല്ല, നമ്മുടെ ടേബിൾസിന്റെ ഫോർമാറ്റിൽ അങ്ങനെ എന്തിന്റെ ഫോർമാറ്റ് വേണമെങ്കിലും ഈ ഫോർമാറ്റ് പെയിന്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാറ്റും. വിച്ച് മീൻസ് നമുക്ക് സെയിം ഫോർമാറ്റ് തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഞാൻ അതും അൺഡു ചെയ്യുകയാണ്. ഓക്കെ,
സോ നമ്മൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ ഹോം ടാബിലെ റിബൺ സെക്ഷനിൽ നെക്സ്റ്റ് സെക്ഷനിൽ വരികയാണ്. നെക്സ്റ്റ് സെക്ഷനിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ന്യൂ സ്ലൈഡ് എന്നൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, അതിന് ഷോർട്ട് കട്ട് Ctrl+M എന്ന് കൂടെയാണ്. അത് കൊടുത്താലും Ctrl+M ചെയ്താലും Ctrl+M എന്ന കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ടും പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്രകാരം ന്യൂ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഞാനത് ഓക്കെ. അതിനുശേഷം നമുക്ക് സ്ലൈഡിൻ്റെ ലേഔട്ട്, പല ലേഔട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ കാണുന്നത് പോലെ ടേബിൾ 2, ഡബിൾ ടേബിൾ, അല്ലെങ്കിൽ ടൈറ്റിൽ ഓൺലി, ബ്ലാങ്ക് ടൈറ്റിൽ, ബ്ലാങ്ക് സ്ലൈഡ്, കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻസ്, കമ്പാരിസൺ. സോ ഇങ്ങനത്തെ എന്താ പറയുക ലേഔട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഞാനപ്പോൾ അതിലൊരു ലേഔട്ട്, ഈ കമ്പാരിസൺ ലേഔട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അതിന് തൊട്ട് താഴെ റീസെറ്റ്. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവണമെങ്കിൽ നമ്മളിപ്പോൾ ലേഔട്ട് ചൂസ് ചെയ്തിട്ട് നമ്മൾ ട്രൈ ചെയ്യാണ്. ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നോക്കണം. ഓക്കെ, ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇതൊന്ന് ലേഔട്ടൊക്കെ മാറ്റിയിട്ട് നോക്കുക. ലേഔട്ട് മാറ്റിയിട്ട് നോക്കുന്നു. ഓക്കെ, സപ്പോസ് നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണ്, ലേഔട്ട് മാറ്റിയിട്ട് നോക്കി. അപ്പോൾ നമ്മൾ മാറ്റിയപ്പോഴത്തേക്കും ആകെ കുളമായിപ്പോയി. അത് നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ തിരിച്ച് ഈ ലേഔട്ടിലോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ദ റീസെറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് പഴയ ഒറിജിനൽ ലേഔട്ട് സെക്ഷനിലേക്ക് നമ്മൾ വരുന്നത് കാണാൻ സാധിക്കും. അടുത്തൊരു ഫീച്ചറാണ് സെക്ഷൻ എന്ന് പറയുന്നത്. അതിന് നമുക്കിവിടെ ഫോർ എക്സാമ്പിൾ അതെന്ന് വെച്ചാൽ നമ്മുടെ സ്ലൈഡുകളെ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ 7 സ്ലൈഡുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു അധ്യാപകനാണ്, നമ്മളൊരു ക്ലാസ് എടുക്കുകയാണെന്ന് വെച്ചോ, നമുക്ക് നമ്മളുടെ ക്ലാസ്സിനെ പല സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വളരെ ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണത്. സോ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ഒരു 3 സ്ലൈഡ് ഞാൻ സെലക്ട് ചെയ്യണം. Ctrl കീ അമർത്തിക്കൊണ്ട് നമുക്ക് സ്ലൈഡുകളെ ചൂസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് അതിനൊരു സെക്ഷനായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ആഡ് സെക്ഷൻ, അതൊരു സെക്ഷനായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. സി, അതുവരെയുള്ള സെക്ഷൻ. അതിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പിയർ ആകുന്നതും ഡിസപ്പിയർ ആകുന്നതും കാണാൻ സാധിക്കും. ഇതൊരു പർട്ടിക്കുലർ സെക്ഷനായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, റീനെയിം ചെയ്യാം. യെസ് യു ക്യാൻ. ഓക്കെ, അങ്ങനെ നമ്മൾ റീനെയിം ചെയ്തു. സോ അതൊരു യെസ് യു ക്യാൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സെക്ഷനാണ് അത്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ ഇനി ഇവിടെ വെച്ചിട്ട് നമുക്കത് വേറൊരു സെക്ഷൻ ആക്കണം. ആദ്യത്തെ 4 സ്ലൈഡുകൾ ഒരു സെക്ഷൻ, മറ്റൊരു സെക്ഷൻ ആക്കണമെങ്കിൽ വീണ്ടും ഒന്നുമില്ല, നമ്മൾ 5ാമത്തെ സ്ലൈഡ് എവിടെ വെച്ചാണോ നമുക്ക് അടുത്ത സെക്ഷൻ ഡിവൈഡ് ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക, ആഡ് സെക്ഷൻ കൊടുക്കുക. ഓക്കെ, സി, ആദ്യത്തെ 4 പർട്ടിക്കുലർ സ്ലൈഡുകൾ ഒരു സെക്ഷനിലാവുകയും പിന്നെയുള്ള 3 സ്ലൈഡുകൾ മറ്റൊരു സെക്ഷനിലാവുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. സി, അത് നമുക്കിങ്ങനെ ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഉള്ള ഒരു ക്ലാസ്സിൽ ഒരു 10-30 സ്ലൈഡ് ഉണ്ടെന്ന് വെച്ചോളൂ, നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ആ സമയത്ത് നമുക്കിങ്ങനെ സബ്ജക്റ്റ് വൈസിൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്തതിന് കൺഫ്യൂഷൻ ഇല്ലാതെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ഈ സെക്ഷൻ ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് ഉപയോഗപ്രദമാകും. ഓക്കെ, സോ അപ്പോൾ സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്, അടുത്തുള്ള സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ബേസിക് അറ്റ് ദ സെയിം ടൈം വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. നമുക്കിവിടെ കാണാം, അത് ഈ പറയുന്ന പർട്ടിക്കുലർ ഏരിയയാണ്. ഇത് ഫോണ്ട്, നമുക്ക് ഫോണ്ട് മാറ്റുന്നതിനുള്ള കാര്യം. ഫോണ്ട് മാറ്റുന്നതിന് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമ്മുടെ കീബോർഡിലെ ഡൗൺ ആരോ കീ പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും. സോ അതുമല്ലെങ്കിൽ നമുക്കിങ്ങനെ നമ്മുടെ ഈ സൈഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ മൗസ് ഉപയോഗിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് താഴോട്ട് നോക്കാനായിട്ട് സാധിക്കും. സോ അത് ഫോണ്ട്. തൊട്ടുള്ളടുത്തുള്ളത് ഫോണ്ട് സൈസാണ്. നമുക്കിവിടെ ഡിഫറെൻറ്റ് സൈസുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സൈസ് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫോണ്ട് സൈസ് അതൊക്കെ വളരെ എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന ബേസിക് കാര്യമാണ്, ഞാൻ വെറുതെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇത് നമുക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോണ്ട് സൈസ് നമുക്ക് ഇതിൽ ഫോണ്ട് ചൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഒരു അപ്രോക്സിമേറ്റ് ഡിഫറൻറ്റിൽ, അതായത് 4, 5 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 10 ഫോണ്ട് ഡിഫറൻസിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഫോണ്ട് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. അതുപോലെ അതിന് തൊട്ട് താഴെയുള്ളത് ഫോണ്ട് ഡിക്രീസ് എന്നുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഫോണ്ട് ഡിക്രീസ്, ഫോണ്ട് ഇൻക്രീസ്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിശ്വസിക്കും. ദെൻ ഇവിടെ ബി എന്ന് പറയുന്നത് ബോൾഡ് ആണ്. നമ്മുടെ ആ ലെറ്റർ നമുക്ക് ബോൾഡ് ചെയ്യണം. അത് നമുക്ക് ഇവിടെ കുറച്ചുകൂടെ കാണുമ്പോൾ ഇവിടെ ഈ ഇതിൽ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും. സോ ഞാനത് ഫോണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതിനുശേഷം ബോൾഡ്. ഓക്കെ, ബോൾഡ് ആവുന്നതും അൺബോൾഡ് ആവുന്നതും കാണാൻ സാധിക്കും. ദെൻ ഇറ്റാലിക്സ്, നമുക്ക് അക്ഷരങ്ങൾ ചരിച്ച് കൊടുക്കാൻ സാധിക്കും. ഇറ്റാലിക്സ്, അണ്ടർലൈൻ എന്നാണ് പറയുന്നത്, U+ അണ്ടർലൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മാറുന്നതിന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിന് തന്നെ ഒരു പ്രീസെറ്റ് ആയിട്ടുള്ള ഷാഡോ കൊടുക്കാൻ സാധിക്കും. എക്സ്ട്രാ ഷാഡോ ഒക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ വരുന്ന വീഡിയോകളിൽ അതിൻ്റെ ആ ടാബുകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് പറയും. ഇതിൽ തന്നെ ബേസിക് ആയിട്ടൊരു ഷാഡോ നമുക്ക് കൊടുക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഇവിടെ
അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് വിശ്വസിക്കുക. സ്ക്രീനിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. വേണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വീണ്ടും ക്ലിക്ക് ചെയ്താൽ മതിയാവും. നമുക്ക് ഷാഡോ കൊടുക്കാം. ഇനി ലെറ്റേഴ്സിൻ്റെ പുറത്തൂടെ എഴുതണമെങ്കിൽ അതിനൊരു സിമ്പിൾ ഓപ്ഷൻ ഉണ്ട്, സ്ട്രൈക്ക് ത്രൂ. അതായത് ഈ ഒരു ഓപ്ഷനാണ്. നമുക്കിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലെറ്റേഴ്സിൻ്റെ പുറത്തൂടെ ഒരു ലൈൻ വരുന്നത് കാണാൻ സാധിക്കും. ഇത് ഒരുപാട് നമുക്ക് എക്സാം സമയത്ത് അല്ലെങ്കിൽ സ്പെഷ്യൽ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗപ്പെടും. ഓക്കെ, ഇനി ടെക്സ്റ്റിൻ്റെ ക്യാരക്ടർ സ്പേസ് എന്ന് പറയുന്നത്, അതായത് നമുക്കിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, വെരി ടൈറ്റ്, വളരെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വളരെ അക്ഷരങ്ങൾ കൊണ്ട് ഞെരുങ്ങിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ അക്ഷരങ്ങൾ തമ്മിലുള്ള അകലം വളരെ അധികമായിട്ടും നമുക്ക് എപ്രകാരം വേണമോ എന്നുള്ള രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ നോർമലാണ് ഉപയോഗിക്കുന്നത്, നോർമൽ ഉപയോഗിക്കാം. ഇനിയുള്ള മറ്റൊരു ഓപ്ഷനാണ് AA, അതായത് ഇവിടെ ചേഞ്ച് കേസ്. നമ്മളുടെ പർട്ടിക്കുലർ നമ്മൾ ഒരുപാട് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്ത് ഒരുപാട് പാരഗ്രാഫ് വേണമെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇനി അതിൻ്റെ എല്ലാം കേസ് മാറ്റണം. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഓരോ വേർഡായിട്ട് മാറ്റുന്നത്. ബട്ട് ഇവിടെ വളരെ ഈസി ആയിട്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സെന്റൻസ് കേസിൽ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ പർട്ടിക്കുലർ വേർഡിൻ്റെ ലെറ്ററിൻ്റെ ക്യാപിറ്റൽ ആവുന്നത് കാണാൻ സാധിക്കും. ദെൻ ലോവർ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അക്ഷരങ്ങളും എല്ലാ വാക്കുകളിലെ സെന്റൻസിലെ എല്ലാ വാക്കുകളുടെയും അക്ഷരം അത് ലോവർ കേസ് ആവാൻ സാധിക്കും. അതുപോലെ അപ്പർ കേസ്. ഓക്കെ, ഇതിന് വേണ്ട വേറൊന്നുമില്ല. നമ്മൾ ആ പർട്ടിക്കുലർ സ്ലൈഡ് സെലക്ട് ചെയ്ത് ആ സ്ലൈഡോ ആ പർട്ടിക്കുലർ വേർഡോ സെലക്ട് ചെയ്തതിനു ശേഷം ഇത് ചൂസ് ചെയ്താൽ മതി. അപ്പർ കേസ്, ദെൻ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്. ഓരോ വേർഡ് ബൈ വേർഡായിട്ട് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കും. സോ ഇനി അതുപോലെ തന്നെയാണ് ഫുൾ ക്യാപിറ്റലൈസ്. സോ ഓക്കെ, അതിൻ്റെ ഒരു ഓപ്ഷൻ. ഇതാണ് മറ്റൊരു ഓപ്ഷൻ, ഏറ്റവും വളരെ ഉപയോഗപ്രദമായ സിമ്പിൾ ഓപ്ഷനാണ്. ഇനി നമ്മൾ തൊട്ട് കാണുന്നതാണ് കളർ, ഫോണ്ട് കളർ. ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഇഷ്ടമുള്ള ഫോണ്ട് കളർ നമുക്ക് ഉപയോഗിക്കാം. സോ ഓക്കെ, അതിനുശേഷം ഇനി വേറെ ഇതിനകത്ത് മോർ കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഐ ഡ്രോപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലൈഡിൽ തന്നെ നമ്മളുടെ പർട്ടിക്കുലർ ഒരു കളർ നമുക്ക് വേണം. നമ്മൾ പിക്ചർ എടുത്തിട്ടു, ആ പിക്ചറിന്റെ കളർ ലെറ്ററിന് കൊടുക്കണമെങ്കിൽ വേറെ ഒന്നുമില്ല, ഇതിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ ഇപ്രകാരം ഇത് കൾച്ചർ ഓടുന്നതിൽ കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വെള്ള കളർ ആയിട്ടുണ്ട്. ഓക്കെ, അത് വീണ്ടും നമുക്ക് ഇങ്ങനെ മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ബ്ലൂ കളർ കൊടുക്കാം. നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലൂ കളർ വരുന്നുണ്ട്, കണ്ടല്ലേ? ക്ലിക്ക് ചെയ്യുക, ബ്ലൂ കളർ ആ ലെറ്ററിനാകും. ഇതുപോലെ നമ്മളുടെ പർട്ടിക്കുലർ ആ സ്ക്രീനിലുള്ള ഏത് കളർ വേണം നമുക്ക് ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മോർ കളേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പർട്ടിക്കുലർ ആ ആൽഗോരിതം അനുസരിച്ച് കളർ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ കളർ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ആ പർട്ടിക്കുലർ സ്ലൈഡിൽ ആ പർട്ടിക്കുലർ സെന്റൻസിൽ ചെയ്തു. അപ്പോൾ നമുക്ക് തോന്നിയാണ് വേണ്ട, ഇതൊന്നും വേണ്ട, പഴയ പഠിക്ക് തന്നെ നമ്മൾ ആദ്യത്തെ ബേസിക്കിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് തോന്നുകയാണ്. അതിന് വേറൊന്നും ചെയ്യേണ്ട, നമ്മൾ അണ്ടു അടിച്ച് ഒരുപാട് സ്റ്റെപ്പ് ബാക്കിലോട്ട് അണ്ടു റീഡ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ അതിൻ്റെ ബേസിക്കിലേക്ക് നമുക്ക് പോകും? ബേസിക്കിൽ ഇരുന്നപ്പോൾ ആദ്യം ഇരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, അതിലൂടെ എങ്ങനെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇവിടെ കാണുന്ന ഈ A+ ഒരു എറൈസറിന്റെ സിമ്പൽ, ക്ലിയർ ആൾ ഫോർമാറ്റിംഗ് എന്നാണ് അതിൻ്റെ ഓപ്ഷൻ. ആ സിമ്പൽ നമ്മൾ കൊണ്ടുപോയി അവിടെ തന്നെ കാണിക്കും എന്താണെന്നുള്ളത്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ആദ്യത്തെ ബേസിക്കിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് കാണാൻ സാധിക്കും. നമ്മൾ സ്ലൈഡ് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പർട്ടിക്കുലർ ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റുന്നത് കാണാൻ സാധിക്കും. അത് അണ്ടു ചെയ്താൽ നമുക്ക് വീണ്ടും നമ്മുടെ ഫൈനൽ എഡിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാൻ വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഫോർമാറ്റ് എല്ലാം ക്ലിയർ ചെയ്യണം. സോ ക്ലിയർ ആൾ ഫോർമാറ്റ്. ഓക്കെ, ഈസി. താങ്ക് യു ഫ്രണ്ട്സ്. ഈ വീഡിയോയുടെ ബാക്കി ഭാഗം രണ്ടാമത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന വീഡിയോ ഓപ്പൺ ചെയ്യുക. ആ വീഡിയോ ഫോളോ ചെയ്താൽ ഇതിന്റെ ബാക്കി നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.